ഇപ്പൊ കറന്റ്ലി അപ്പൊ എന്താണ് അവസ്ഥ? നിങ്ങളെ ഇഷ്ടമാണ്. തന്റെ ദാരിദ്ര്യം ഇതിലായിട്ട് തീർന്നില്ലയോ? എനിക്ക് നിങ്ങളുടെ ഈ വർത്താനം കേട്ടിട്ട് നോ പോലെ എനിക്ക് തോന്നുന്നു. ദൈവമേ, ഇയാളെ എങ്ങനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കും. എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യവും ഇല്ല. എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. ഒരു വിവാഹത്തിലേക്കൊന്നും പോവാനും എനിക്ക് താല്പര്യമില്ല. ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ തരുമോ? ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനോട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല. നീയാണോ കുറച്ചു കാലമായിട്ട് ഇങ്ങോട്ട് കത്തയച്ചോണ്ടിരുന്നത്? അതെ. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്ന ഫ്രണ്ട് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബ്രദർ ആയിട്ട് പോലും കാണാമല്ലോ. എനിക്ക് ഓൾറെഡി ഒരു ബ്രദർ ഉണ്ട്. എന്താ ആ പ്രതീക്ഷയും തകർന്നു. രക്തബന്ധം എന്ന ബന്ധം ഈ മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഹാവ് എ സിബ്ലിംഗ്. ഒരു ഫോൺ കോണ്ടാക്ട്. അപ്പൊ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഞാൻ എന്താണെന്ന് അറിയാതെ എന്നെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കാതെ ഒറ്റയടിക്കുക ഫേസ്ബുക്കിൽ കൊണ്ടൊരു പോസ്റ്റ് ഇട്ടേക്കുന്നു. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടി. എന്റെ പേര് അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ ഞാൻ കൂടെ ഇൻവോൾവ് ആവുമല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ആലോചിക്കേണ്ട ചെയ്യുന്ന സമയത്ത്. അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എത്ര കാലമായി ഞാൻ നിനക്ക് വേണ്ടി തപസ് ചെയ്യുന്നു. നീ മഴയായി പെയ്യുന്നതും കാത്ത് വേഴാമ്പലിനെ പോലെ ഞാൻ. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. എനിക്ക് നിങ്ങളുടെ വ്യക്തിത്വം ഇഷ്ടപ്പെട്ടു, പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പൊ നിത്യമേനനെ വിട്ടോ? സന്തോഷ് വർക്കി പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയാണ് ആ പോകുന്നതെന്ന് ഇനി എന്നെ കാണുമ്പോൾ ആളുകൾ സംസാരിക്കും. എന്റെ വ്യക്തിത്വത്തിൽ തുടരരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. അപ്പൊ എന്റെ ഐഡന്റിറ്റിയിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത് ശരിയാണെന്നാണ് ചേട്ടന്റെ അഭിപ്രായം? പ്രേമിക്കുന്ന പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. അത് അത്രയ്ക്ക് മോശമായ കാര്യമാണോ? അത്രയ്ക്ക് മോശമായ ഒരു ഐഡന്റിറ്റി ആണോ? എനിക്കത് എന്റെ ലൈഫിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇഷ്ടപ്പെടുന്നത് മോശമല്ല, പക്ഷെ അത് ഞാൻ അറിയുന്നതിന് മുമ്പേ പബ്ലിക്കലി ഇങ്ങനെ റിവീൽ ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ ഐഡന്റിറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റ്? എന്നിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് കണ്ടത് ഇഷ്ടപ്പെടാൻ മാത്രം? യു ആർ സ്മാർട്ട്, ഇന്റലിജന്റ്, പിന്നെ ബ്യൂട്ടിഫുൾ, പിന്നെന്താണ് ബോൾഡ് ആണ്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഓക്കെ, ഞാൻ ഫേക്ക് ആണെങ്കിലോ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ഈ ഇരിക്കുന്നത് ഫേക്ക്. ഒരു കാര്യം പറയാം, ഇപ്പൊ അമിത് ചാക്ലവാണ് ആക്ടർ, എനിക്ക് നേരിട്ട് അറിയാം. പുള്ളി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇവൻ ആള് ബ്രില്യൻ്റ് ആണ്, ഭയങ്കര തല. മീഡിയക്കാർ പറഞ്ഞത് ഇവൻ, അമിത് ചാക്ല പറഞ്ഞു, പറയാത്ത കാര്യം പറഞ്ഞു, ഇവൻ പണ്ടേ കോഴി. പിന്നെ ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുക ഒന്നുമല്ല ചെയ്തത്, ഒരു ഓപ്പൺ ഡിസ്കഷൻ ആണ്. എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്യാൻ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരാളോട് മാത്രം എനിക്ക് ഇഷ്ടമാണെന്ന്. ഇങ്ങനെയാണോ ചവിട്ടുന്നത്? നിന്റെ വർത്താനത്തിന് ഈ ചവിട്ട് പോരാ. ഇങ്ങനെയാണ് ഒരാളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ്. ശരിയാ, നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ഈ കുറെ എക്സ്റ്റേണൽ സൗന്ദര്യം മാത്രം ഉണ്ടായി പോരാ, നല്ലൊരു മനസ്സ് വേണം, ഇന്നർ ബ്യൂട്ടി. എന്നെ മനസ്സിലായില്ലേ? ആ പഴയ ഉണ്ണേട്ടം തന്നെയാ. ചാടി കൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ കുട്ടി ഇനി ഞാൻ തന്നെ കൊണ്ടേ പോവൂ.